ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ വി ആർ ടോക്ക് അബൌട്ട് റീജിയൻ RRB ബാങ്കിനെ കുറിച്ചിട്ടാണ്. RRB ബാങ്ക് എന്ന് പറയുന്നത് RRB ബാങ്ക്സ് ആർ ഇന്ത്യൻ ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ആണ്. ദേ ആർ ഓപ്പറേറ്റിംഗ് അറ്റ് റീജിയൻ ലെവലാണ്. അതായത് 1975 ടു ഇൻക്രീസ് ദി ലോക്കൽ പാർട്ടിസിപ്പേഷൻ ബാങ്ക്സ് ടു മീറ്റ് ദി ക്രെഡിറ്റ് നീഡ്സ് ഓഫ് സ്മോൾ ഇൻകം ഗ്രൂപ്പ്. അതായത് ഈ ബാങ്ക്സ് ഈ ബാങ്ക് നമ്മൾ സെറ്റപ്പ് ചെയ്തിരിക്കുന്നത് ലോക്കൽ പാർട്ടിസിപ്പേഷൻസ് മീറ്റ് ചെയ്യാൻ വേണ്ടി, അതായത് മീറ്റ് ദി നീഡ്സ് ഓഫ് സ്മോൾ ഇൻകം ഗ്രൂപ്പിൻ്റെ ക്രെഡിറ്റ് നീഡ്സ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ലോക്കൽ പാർട്ടിസിപ്പേഷൻസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് 1975 സ്റ്റാർട്ട് ചെയ്തതാണ് RRB. അതാണ് റീജിയൻ റൂറൽ ബാങ്ക്സ്. ഈ ബാങ്ക്സ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് നാഷണലൈസ്ഡ് ബാങ്ക്സാണ്. അതായത് ഇതിൻ്റെ ഷെയർ എങ്ങനെയെന്ന് പറഞ്ഞാൽ സെൻട്രൽ ഗവൺമെൻറ്റിന് 50% ഷെയർ ഉണ്ടായിരിക്കും. ഒരു സ്പോൺസർഡ് ബാങ്ക് ഉണ്ടായിരിക്കും. ഈ സ്പോൺസർഡ് ബാങ്ക് ആയിരിക്കും എന്ന് പറയുന്നത് നാഷണലൈസ്ഡ് ബാങ്ക്. സ്പോൺസർഡ് ബാങ്ക് നാഷണലൈസ്ഡ് ബാങ്ക് ആയിരിക്കും. ആ സ്പോൺസർ ചെയ്യുന്ന ബാങ്ക് 35% ഷെയർ അവർക്കുണ്ടായിരിക്കും. ദെൻ കൺസേൺ സ്റ്റേറ്റിന് ഏത് സ്റ്റേറ്റിലാണോ ഇതുള്ളത് ആ സ്റ്റേറ്റിൽ 15% ഷെയർ, അങ്ങനെ 100% ഷെയർ, അങ്ങനെ 50, 35, 15. ഓക്കെ. ഇതിന് എവിടേക്ക് ഇത് ഓപ്പറേറ്റ് ചെയ്യുക എന്നുള്ളത് ടൈം ടു ടൈമിൽ ഫ്യൂ ഡിസ്ട്രിക്റ്റ് ആയിരിക്കും. അതോടെ ഏരിയാസ്, സ്റ്റേറ്റിൽ ഏതൊക്കെ ഏരിയാസാണെന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് ലോക്കൽ പാർട്ടിസിപ്പേഷൻസ്, ദ ക്രെഡിറ്റ് റിക്വയർമെൻറ്റ്, വീക്കർ സെക്ഷനിൽ സൊസൈറ്റിയിൽ വീക്കർ സെക്ഷൻ ആൾക്കാരുടെ ക്രെഡിറ്റ് റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഈ RRB ബാങ്ക് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അത് ലാൻഡ്ലെസ് ലേബേഴ്സിനെ, അതുപോലെ സ്മോൾ ഓൺടർപ്രണേഴ്സിനെ, ഇവർക്കൊക്കെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, സ്മോൾ ആൻഡ് മാർജിനൽ ഫാമേഴ്സിനൊക്കെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് RRB എന്ന് പറയുന്നത്. ഏരിയാസ് ഓപ്പറേഷൻസ് എവിടെയായിരിക്കും? റൂറൽ ഏരിയാസിൽ മാത്രമാണ് ഉണ്ടായിരിക്കുക. ഇവരുടെ ക്രെഡിറ്റ് ബാക്ക്വേർഡ് ഏരിയാസിൽ കൊടുക്കുന്ന RRB ടൈം ടു ടൈമിൽ അവർ പെർഫോമൻസ് RBI ടൈം ടു ടൈമിൽ RRBയുടെ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് വേരിയസ് മെഷേഴ്സ് എടുക്കാറുണ്ട്. നമ്മൾ പറഞ്ഞ പോലെ നാഷണൽ ബാങ്ക്സ് ആണ് ഇത് RRB സ്പോൺസർ ചെയ്യുന്നത്. ആ നാഷണൽ ബാങ്ക്സ് അവിടുത്തെ ഓഫീസേഴ്സും എക്സ്പേർട്സും അതുപോലെ സ്റ്റാഫിനെ ട്രെയിൻ ചെയ്യാനും റിക്രൂട്ട് ചെയ്യാനും ഹെൽപ്പ് ചെയ്യാറുണ്ട്. നമ്മുടെ 45 years ago എന്ന് പറഞ്ഞു പ്രൊഡക്റ്റ് റീറ്റെയിൽ ബാങ്കിങ്, കോപ്പറേറ്റീവ് ബാങ്കിങ്, ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കിങ്, മോർട്ടേജ് ബാങ്കിങ്, വെൽത്ത് മാനേജ്മെൻറ്റ്, ഇതൊക്കെ കൊടുക്കുന്നുണ്ട്. 50% ഗവൺമെൻറ് സ്പോൺസർ ബാങ്ക്, സ്റ്റേറ്റ് ഗവൺമെൻറ്റാണുള്ളത്. ലിമിറ്റ് ചെയ്യുന്നത് ഗവൺമെൻറ് നോട്ടിഫൈ ചെയ്യുമ്പോൾ എവിടെയൊക്കെയാണ്, ഏതൊക്കെ ഡിസ്ട്രിക്റ്റാണെന്നുള്ളതെന്ന് പറയും. ഇനി ഇവർ പറയുന്നതിലെ നമ്മുടെ ഈ കേരളത്തിലെ ഏതാണ് RRB ബാങ്ക് എന്ന് പറയുന്നത്? കേരളത്തിലെ RRB ബാങ്ക് എന്ന് പറയുന്നത് കേരള ഗ്രാമീൺ ബാങ്കാണ്. ഓക്കെ. ഇത്രയാണ് ഇതിൽ പറയാനുള്ളത്. ചിലപ്പോൾ ഒരു നോട്ടൊക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് ധാരാളം എഴുതാൻ സാധിക്കും. അപ്പോൾ നമ്മൾ സമ്മപ്പ് ചെയ്യുകയാണെങ്കിൽ RRB ബാങ്കിൻ്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ റീജിയൻ റൂറൽ ബാങ്കാണ്. ഇത് ഏത് ഇയറിലാണ് സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്? 1975 40 years ago. ഇത് നമ്പർ ഓഫ് ലൊക്കേഷനിൽ എന്ന് പറയുകയാണെങ്കിൽ 22,264 ലൊക്കേഷനിൽ ഒരു വർക്ക് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഓണേഴ്സ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് 50%, സ്റ്റേറ്റ് ഗവൺമെൻറ് 15%, ഒരു കൊമേഴ്ഷ്യൽ നാഷണലൈസ്ഡ് ബാങ്ക്സും സ്പോൺസർ ചെയ്യുന്നവ അവർ 35%. അവരാണ് ഇവർക്കൊക്കെ വേണ്ട അസിസ്റ്റൻസ് കൊടുക്കുക. ഓക്കെ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ RRBയെ കുറിച്ച് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നിങ്ങൾ ഓരോ ബാങ്കിനെ കുറിച്ചും നോട്ട് എഴുതുന്ന വിധത്തിൽ നിങ്ങൾ പഠിച്ചിരിക്കണം. ഓക്കെ. Thank you.